ഇതെന്താണെന്നറിയോ? ഇഞ്ചിയല്ല കേട്ടോ, മാങ്ങാഞ്ചി. മാങ്ങാഞ്ചി എന്ന് പറഞ്ഞാൽ അറിയോ? കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും അല്ലേ. എന്നത് ഇതാണ്, നോക്കിക്കോ. മാങ്ങയുടെ മണം ഉണ്ടാവും, ഇഞ്ചിയുടെ മണം ഉണ്ടാവും, പിന്നെ മാങ്ങയുടെ പുളി ഉണ്ടാവില്ല, ഇഞ്ചിയുടെ ആ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുക്കിംഗ് ചാനലല്ല എന്ന് എല്ലാവർക്കും അറിയാലോ, എന്നാലും ഒന്ന് നോക്കുന്നേ കുറച്ച് നേരം. എന്ന് ഞാൻ ഈ ഉപദേശിച്ച് എല്ലാവരും നന്നാവുകയാണ് ഇപ്പോൾ. അത് വേണ്ട. അപ്പോൾ എന്നോട് പറയുകയാണ് ഇവിടെ ചേട്ടനെ, നീ ഇങ്ങനെ എല്ലാവരും ഉപദേശിക്കണ്ടല്ലോ, നീ നന്നായോ എന്നാണ് ചോദിക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അത് ആ സംഭവമില്ലേ, അതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഇരുന്ന് ചെയ്യണത്. കാണാൻ പറ്റണില്ലേ അതെ? അതായത് ഈ മാങ്ങ ഇഞ്ചി കുരുകുരുന്ന് അരിഞ്ഞ് തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇത്രയേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊക്കെ പറഞ്ഞു തന്നെ എന്തിനാണെന്നറിയോ? അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടത്തിൽ ഇതും പഠിച്ചോട്ടെ എന്ന് കരുതിയാ. വീട്ടമ്മമാർക്കൊക്കെ അല്ലേ ഇതൊക്കെ ആവശ്യം, അല്ലാതെ എല്ലാവരും. പിന്നെ ഇത് കാന്താരി മുളകാണ് കേട്ടോ. അതാ നോക്കി, ഞാൻ കാന്താരി മുളകും 2 പച്ചമുളകും എടുത്തോളൂ. ഭയങ്കര എരിവായിരിക്കും. കാന്താരി മുളകും കൂടി ഒന്ന് ചതച്ചിട്ടു. അപ്പോൾ അതും കൂടി ചേർത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് 2 നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഈ രാവിലെ എണീറ്റ് കിടന്നുറങ്ങുക, എന്താ പറയുക, ചിലർ പറയും ഒരു പണി ചെയ്യില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരും, അത് വരും ഇത് വരും, കുടുംബത്തിൽ സമാധാനമില്ല എന്നൊക്കെ പറയും. നമ്മൾ കൃത്യമായിട്ട് എണീറ്റ് രാവിലെ കൃത്യമായിട്ട് പ്രാർത്ഥന ചെയ്യുക, വീട്ടിൽ നമ്മൾ സ്വയം വൃത്തിയാവുക, അത് കഴിഞ്ഞ് വീട് വൃത്തിയാക്കുക, പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, വീട്ടിൽ അച്ഛനമ്മമാരോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഇങ്ങനെ വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കേട്ടോ, കുറച്ച് കൂട്ടുകാരൊക്കെ പറയും ഗീതനെ കാണണേ ഇല്ലല്ലോ എന്ന് പറയും ഗ്രൂപ്പിലേ. അപ്പോൾ അവരൊക്കെ കാണുകയാണെങ്കിൽ നോക്കിക്കോട്ടോ, ഇതാണ് എൻ്റെ പണി. വീട്ടിലെ നാട്ടുകാരെ ഉപദേശിക്കൽ, വീട്ടുകാരെ ഉപദേശിക്കൽ, പിന്നെ സോഷ്യൽ മീഡിയ വഴി ഉപദേശമാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഈ കുക്കിങ് ഇതാണ് കേട്ടോ കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും കയറാത്തത്. അപ്പോൾ ഇന്ന് മാങ്ങായിഞ്ചി സ്പെഷ്യൽ കറിയാണ്. എനിക്ക് മിണ്ടാൻ പറ്റണില്ല, ഇതിൻ്റെ ഈ വെള്ളം നാവിൽ എൻ്റെ വായിൽ വരികയാണ്. അങ്ങനെ അതും ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഇരുന്ന്, അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്നോട്ടെ. അപ്പോൾ കുറച്ചും കൂടി ആ ഉപ്പൊക്കെ അതിൽ പിടിച്ച് വരണ്ടേ. എൻ്റെ വായിൽ ഇങ്ങനെ കപ്പൽ ഓടിക്കാട്ടോ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിടുങ്ങാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പണിയൊക്കെ തീർത്തിട്ട് ഇതുപോലെ മാങ്ങാഞ്ചിയോ അല്ലെങ്കിൽ നമുക്ക് അച്ചാറിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ച് നമ്മുടെ കെട്ടിയവൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ കുറച്ച് അമ്മായിമ്മയുടെ മുമ്പിലൊക്കെ സോപ്പിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലേ, ഞാൻ അമ്മായിമ്മയെ പറ്റി ഒരു എസ്സേ എഴുതാൻ പറഞ്ഞത് ഒരു റെസിഡൻസിൽ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് വാട്ടിപ്പിടിക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് സംഭവം എല്ലാവർക്കൊന്നും അറിയില്ലായിരിക്കും കേട്ടോ. ഇതൊക്കെ ചിലവർ വെറുതെ കളയും. കാരണം പണ്ട് തൊട്ടേ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിക്കണോളാം. ഒരു കുഴപ്പമില്ല, നല്ലതാണ്. കാന്താരി മുളക് ഇടുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പൂശി വെക്കുക. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഓരോ സ്പൂൺ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ അച്ചാറിന് പകരമോ അല്ലെങ്കിൽ ഒരു തൊടുകറിക്ക് പകരമോ ഒക്കെ ഇട്ട് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാട്ടോ എൻ്റെ കൂട്ടുകാരെ ഞാൻ ലൈനിലും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വരാത്തത്, ഗ്രൂപ്പിലൊക്കെ വരാത്തത്. അപ്പോൾ ഇതിനെ അടച്ച് വയ്ക്കാം, കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ചോദിച്ചുകൊണ്ട് ഒരു പുള്ളിക്കാരി ഇട്ടിരുന്നു, കുക്കിംഗ് വീഡിയോ ഇടാമോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണ്. പിന്നെ രാവിലെ തന്നെ എണീറ്റൊക്കെ ചെയ്യുമ്പോൾ സമയം കിട്ടില്ല, എല്ലാം കൂടി ആകുമ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. മാങ്ങാഞ്ചി ഇന്ന് കറി വെച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇതാണ്. ഇന്ന് ആരും ഇന്ന് ഉപദേശിക്കാനൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ
അപ്പോൾ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.